ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വിവിധ മേഖലകളിലെ കരാറുകളിൽ ഒപ്പുവച്ച് ഇന്ത്യയും അംഗോളയും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനുമായുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവച്ച് ഇന്ത്യ. പാക് കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്കും നിരോധനം. നീതി നടപ്പാക്കുന്നതിൽ മധ്യസ്ഥതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ മധ്യസ്ഥതാ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ തീപിടുത്തത്തിന്റെ കാരണം സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂവെന്ന് മന്ത്രി വീണ ജോർജ്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനായുള്ള ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃഷി, പരമ്പരാഗത വൈദ്യശാസ്ത്രം, സംസ്കാരം തുടങ്ങി വിവിധ മേഖലകളിൽ കരാറുകൾ കൈമാറി ഇന്ത്യയും അംഗോളയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അംഗോള പ്രസിഡന്റ് ജോവോ മാനുവൽ ഗോൺസാൽവസ് ലോറൻസോയും തമ്മിലാണ് ന്യൂഡൽഹിയിൽ കരാർ കൈമാറിയത്. ഭീകരവാദത്തിനെതിരെയും അതിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് സംയുക്ത പത്രസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അദ്ദേഹം അംഗോളയ്ക്ക് നന്ദി അറിയിച്ചു. അംഗോളയുടെ സേനയെ നവീകരിക്കുന്നതിന് $20 കോടി സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി അംഗോളയുടെ സേനയെ പരിശീലിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യത്തിന് സന്തോഷമുണ്ടെന്നും പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. हमने हेल्थ केयर, डायमंड प्रोसेसिंग, फर्टिलाइजर और क्रिटिकल मिनरल क्षेत्रों में भी अपने संबंधों को और मजबूत करने का निर्णय लिया है. अंगोला में योग और बॉलीवुड की लोकप्रियता हमारे सांस्कृतिक संबंधों की मजबूती का प्रतीक है. अपने पीपल टू पीपल संबंधों को बल देने के लिए हमने अपने युवाओं के बीच यूथ एक्सचेंज प्रोग्राम शुरू करने का निर्णय लिया है. നാളെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപവും വാണിജ്യ ബന്ധങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വ്യവസായ പരിപാടിയിൽ അംഗോള പ്രസിഡന്റ് ലോറൻസോ പങ്കെടുക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ച ഇന്ത്യ. പാകിസ്ഥാനുമായി വ്യോമമാർഗമോ കരമാർഗമോ ഇനി ഒരറിയിപ്പുണ്ടാകും വരെ പോസ്റ്റൽ പാഴ്സൽ സർവീസുകൾ ഉണ്ടാവില്ല. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയത്. ഇതോടൊപ്പം പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനവും ഇന്ത്യ നിരോധിച്ചു. ഇന്ത്യൻ കപ്പലുകൾ പാക് തുറമുഖങ്ങൾ സന്ദർശിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. പാക് പതാക വഹിക്കുന്ന ഒരു കപ്പലും ഇന്ത്യൻ തുറമുഖങ്ങൾ സന്ദർശിക്കാൻ അനുവദിക്കില്ലെന്ന് ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറൽ പ്രസ്താവനയിൽ വ്യക്തമാക്കി. പാകിസ്ഥാനിൽ നിന്നും നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇറക്കുമതി ഇന്ത്യ നിരോധിച്ചു. പാകിസ്ഥാനിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന എല്ലാ വസ്തുക്കളുടെയും നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇറക്കുമതിയോ ചരക്ക് നീക്കമോ അടിയന്തരമായി നിരോധിക്കുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. ദേശീയ സുരക്ഷയുടെയും പൊതുനയത്തിന്റെയും താൽപര്യങ്ങൾക്കനുസൃതമായാണ് ഈ നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. ഭീകരാക്രമണത്തിന് ശേഷം ജമ്മുകശ്മീരിലെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ചയെന്ന് അധികൃതർ അറിയിച്ചു. നീതി നടപ്പാക്കുന്നതിൽ മധ്യസ്ഥതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മധ്യസ്ഥതയുടെ സ്വാധീനവും ഫലപ്രാപ്തിയും എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിൽ ദേശീയ മധ്യസ്ഥതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പരിഗണന അർഹിക്കുന്ന പ്രത്യേക കേസുകൾ ഉൾപ്പെടെ എല്ലാ കേസുകളിലും അതിവേഗ നീതി നിർവഹണം നടത്താൻ മധ്യസ്ഥതയ്ക്ക് കഴിയുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രധാന മാർഗമാണ് മധ്യസ്ഥത എന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. Mediation, when we see it this way, becomes a key instrument to realize the vision of Viksit Bharat by 2047. It was with this understanding that the government, as part of a series of legal reforms, took steps to have a consolidated law on mediation. The result was the Mediation Act 2023, which provides comprehensive recognition to the mediation process. ഈ മാസം 9 നടക്കുന്ന മോസ്കോ വിക്ടറി ഡേ പരേഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന് പകരമായാണ് ശ്രീ സേത്ത് റഷ്യ സന്ദർശിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനായുള്ള ഈ വർഷത്തെ നീറ്റ് UG പ്രവേശന പരീക്ഷ നാളെ നടക്കും. രാജ്യത്തെയും വിദേശത്തെയും വിവിധ കേന്ദ്രങ്ങളിലായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി വരെയാണ് പരീക്ഷ. ഇന്ത്യയിലെ 552 നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തത്തിൽ PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതായി മന്ത്രി വീണ ജോർജ്. MRI മെഷീന്റെ UPS ആണ് പൊട്ടിത്തെറിച്ചത്. എന്നാൽ എന്താണ് അപകട കാരണമെന്നത് സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷമേ മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു. സാങ്കേതിക തകരാർ സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടിയിൽ ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ 7 ആഗോള സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജി IICTയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. 400 കോടി രൂപ ചിലവിൽ മുംബൈയിൽ IICT സ്ഥാപിക്കാൻ തീരുമാനമായി. മാധ്യമ വിനോദ ലോകത്ത് ഇന്ത്യയ്ക്ക് ആഗോള നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. രാജ്യത്തുടനീളം കമ്മ്യൂണിറ്റി റേഡിയോകൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി L. മുരുകൻ അഭിനന്ദിച്ചു. 10ാമത് ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ അവാർഡുകളും ശ്രീ മുരുകൻ സമ്മാനിച്ചു. വേവ്സ് ഉച്ചകോടിയിൽ ലൈവ് ഇവന്റ്സ് എക്കണോമി എ സ്ട്രാറ്റജിക് ഗ്രോത്ത് ഇംപെറേറ്റീവ് എന്ന പേരിലുള്ള ഇന്ത്യയുടെ ധവളപത്രവും ഇന്ന് പുറത്തിറക്കി. ലൈവ് എന്റർടൈൻമെന്റ് വ്യവസായത്തിന്റെ വളർച്ചാ പാതകൾ, തന്ത്രപരമായ ശുപാർശകൾ എന്നിവയുടെ സമഗ്രമായ വിശകലനമാണ് ധവളപത്രത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യൻ വിപണിയിലൂടെ $200 കോടി സാമ്പത്തിക നേട്ടം കൈവരിച്ചതായി നെറ്റ്ഫ്ലിക്സ് CEO ടെഡ് സരന്റോസ്. ചലച്ചിത്ര മേഖലയിൽ 20,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചതായും അദ്ദേഹം വേവ്സ് ഉച്ചകോടിയിൽ പറഞ്ഞു. മെയ് 6 നടക്കുന്ന തൃശൂർ പൂരത്തിന് മുന്നോടിയായുള്ള സാമ്പിൾ വെടിക്കെട്ട് നാളെ രാത്രി 7 നടക്കും. ആദ്യം തിരുവമ്പാടിയിലും തുടർന്ന് പാറമേക്കാവും വെടിക്കെട്ട് വിസ്മയത്തിന് തിരികൊളുത്തു. കേരളത്തിൽ ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ 114 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 116 പേരെ അറസ്റ്റ് ചെയ്തു. 2226 പേരെയാണ് ഇന്നലെ പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ബംഗളൂരു M. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 5 ദിവസം ശക്തമായ കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിശക്തമായ കാറ്റിനും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. തമിഴ്നാട് രാമേശ്വരം സ്വദേശികളായ 25 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ ജയിലിൽ നിന്നും മോചിപ്പിച്ചു. രാമേശ്വരത്തിന് സമീപം മീൻ പിടിക്കുന്നതിനിടെ കഴിഞ്ഞ 23-നാണ് ഇവർ അറസ്റ്റിലായത്. യുക്രൈനിനായി F-16 യുദ്ധവിമാന പരിശീലനം, $31 കോടി സഹായം എന്നിവയ്ക്ക് അമേരിക്ക അംഗീകാരം നൽകി. വിമാനങ്ങളുടെ പരിഷ്കരണം, ഫ്ലൈറ്റ് പരിശീലനം, അറ്റകുറ്റപ്പണി തുടങ്ങിയവ പാക്കേജിൽ ഉൾപ്പെടുത്തിയതായി പെന്റഗൺ അറിയിച്ചു. 2024 ഡിസംബറിൽ പ്രഖ്യാപിച്ച $26.64 കോടി പാക്കേജിന് പുറമെയാണ് ഇത്. ഓസ്ട്രേലിയയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായി. വോട്ടെണ്ണൽ ആരംഭിച്ചു. പ്രതിനിധി സഭയിലെ 150 സീറ്റുകളിലും സെനറ്റിലെ 76 സീറ്റുകളിൽ 40 സീറ്റുകളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിവിധ മേഖലകളിലെ കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യയും അങ്കോളയും. ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാകിസ്ഥാനുമായുള്ള തപാൽ സേവനങ്ങൾ നിർത്തിവെച്ച് ഇന്ത്യ. പാക് കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ പ്രവേശനം നിരോധിച്ചു. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിക്കും നിരോധനം. നീതി നടപ്പാക്കുന്നതിൽ മധ്യസ്ഥതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ മധ്യസ്ഥതാ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ തീപിടുത്തത്തിന്റെ കാരണം സാങ്കേതിക പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകൂവെന്ന് മന്ത്രി വീണ ജോർജ്. അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിനായുള്ള ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷ നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.